അടുത്ത മത്സര ഇനം ഹൈസ്കൂൾ വിഭാഗം മലയാളം പ്രസംഗ മത്സരമാണ്. ഇതിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ചെസ് നമ്പർ K367. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഉപയോഗം വിദ്യാർത്ഥികൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തന്നെ ഇതേപോലുള്ള ഇലക്ട്രോണിക് മാധ്യമം ഉള്ളതുകൊണ്ട് മാത്രമാണ്. പലതരത്തിലുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളുണ്ട്. ലാപ്ടോപ്പ്, TV, മൊബൈൽ ഫോൺ എന്നിങ്ങനെ പലതും. നമ്മൾ കുട്ടികളിൽ വളരെ സാധാരണമായി കാണുന്നതാണ് മൊബൈൽ ഉപയോഗം. മൊബൈൽ ഉപയോഗം ആവശ്യത്തിന് മാത്രം ആക്കുക എന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഓരോ രക്ഷിതാവിനും കടമയാണ്. അത് രക്ഷിതാവ് നിറവേറ്റുകയും വേണം, അത് കുട്ടികൾ മനസ്സിലാക്കി എടുക്കുകയും വേണം. മൊബൈൽ ഫോണിലൂടെ ആണ് നമ്മൾ കുട്ടികൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൊറോണ കാലത്ത് നഷ്ടപ്പെട്ടു പോയ വിദ്യാഭ്യാസം നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലൂടെ തിരിച്ചു എടുത്തിരിക്കുന്നു. ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിനാണ് ഫോൺ ഉപയോഗിക്കുന്നതെങ്കിലും പല കുട്ടികളും ഇത് അനാവശ്യത്തിന് മാത്രമായി ഉപയോഗിക്കുന്നു. ഗെയിം കളിച്ചുകൊണ്ട് കുട്ടികൾ പല മണിക്കൂറുകളോളം ഇരിക്കുന്നു. കുട്ടികൾ വരും ഇതിൽ കളിച്ചുകൊണ്ടിരിക്കാതെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുക തന്നെയാണ്. സാമൂഹ്യ മാധ്യമത്തിനേക്കാളും വളരെയേറെ ജീവനേറിയതാണ് സമൂഹം. അത് മനസ്സിലാക്കണം കുട്ടികൾ. പഠനത്തിന്റെ ആവശ്യത്തിന് മാത്രമായി കുട്ടികൾ ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടികൾ ഇപ്പോൾ വലിയൊരു നിലയിൽ എത്തിച്ചേരുമെന്നത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഞാനും മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട്, അത് വിദ്യാഭ്യാസ ആവശ്യത്തിന് മാത്രം. അതേപോലെ പല കുട്ടികളും വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കണം. നമ്മൾ പല പല രാജ്യത്തിലുള്ളവരും കളിയാക്കാറുണ്ട്, കുറ്റപ്പെടുത്താറുണ്ട്. അവരൊക്കെ നല്ല വൃത്തിക്കാണ് ഈ മൊബൈൽ ഫോണും മാധ്യമങ്ങളുടെ ഉപയോഗവും വൃത്തിക്കാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ നമ്മൾ കൊണ്ടുപോയിരുന്നെങ്കിൽ നമ്മൾ അവരെക്കാളും വലിയൊരു നിലവാരത്തിൽ എത്തിച്ചേരുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇത് ഓരോ രക്ഷിതാവും പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ മുന്നേറും. കുട്ടികൾ മുന്നേറുമ്പോൾ സമൂഹം മുന്നേറും. സമൂഹം മുന്നേറുമ്പോൾ നമ്മുടെ രാജ്യം തന്നെ മുന്നിലെത്തും. ഓരോ സമൂഹം ചേരുമ്പോഴാണല്ലോ ഒരു രാജ്യം ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾക്ക് ഏത് രാജ്യത്ത് പോയാലും ഉറച്ച വിശ്വാസത്തോടു കൂടി പറയാം, ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഇതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ ഈ പ്രസംഗം പറയുന്നത് വെറുതെ ഒരു നേരം പോക്കായിട്ടുള്ള, അത് കുട്ടികളിൽ ഒരു വലിയൊരു ചിന്ത തന്നെ വരുത്തണം. കുട്ടികൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. മൊബൈൽ ഫോണിലൂടെ നമുക്ക് മൊബൈൽ ഫോൺ റീചാർജ്, ബാങ്ക് ട്രാൻസാക്ഷൻ, അങ്ങനെ പലതരത്തിലുള്ള ബില്ലുകൾ അടക്കുക എന്നിവയൊക്കെ ചെയ്യാം. ഇപ്പോൾ കൊച്ചു ഗ്രാമത്തിലിരിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ലോകത്തിൽ ഏത് സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളും നിമിഷങ്ങൾക്കകം അറിയാനുള്ള പല പല സംവിധാനങ്ങളുണ്ട്. ഓരോ ഗ്രാമത്തിലെ ഓരോരോ ആൾക്കാർക്കും ഇപ്പോൾ മൊബൈൽ ഫോണും പലതരത്തിലുള്ള സാമൂഹിക മാധ്യമങ്ങളും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസിന്റെ ഒക്കെയുള്ള സന്ദർഭത്തിൽ അത് കൂടി വന്നു. മൊബൈൽ ഫോണിനൊപ്പം ഇന്റർനെറ്റ് കൂടി വന്നപ്പോൾ അത് വലിയൊരു സാങ്കേതിക മുന്നേറ്റമാണ് നടത്തിയത്. ആ സാങ്കേതിക മുന്നേറ്റത്തിൽ ഉപയോഗപ്രദമായ ഉപയോഗത്തിലൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മളൊരു വലിയ മുന്നേറ്റ നിലവാരത്തിലേക്ക് എത്തും. ഇതേപോലെ മുന്നേറുകയാണെങ്കിൽ നമ്മൾ പല പല കാര്യങ്ങളെക്കുറിച്ചും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനുള്ള ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ യൂട്യൂബ് തന്നെ ആകട്ടെ, അതിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഓരോരോ ലെക്ചർ ക്ലാസ്സുകൾ എന്നിവയൊക്കെയുണ്ട്. ഗൂഗിൾ ആകട്ടെ, അതിൽ നമുക്ക് പലതരം സംശയങ്ങൾ ചോദിക്കാൻ അവർ നമുക്ക് ഉത്തരം പറഞ്ഞു തരും. എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ. അതിപ്പോൾ ഭൂലോകത്ത് എത്ര മനുഷ്യരുണ്ടെന്ന് ചോദിച്ചാലും അവർ കൃത്യമായി പറഞ്ഞു തരും. ഇതേപോലെ ഉപയോഗപ്രദമായ പല കാര്യങ്ങളും ഉള്ളപ്പോൾ നമ്മൾ പാവം കുട്ടികൾ എന്തിന് ഇതേപോലുള്ള ഗെയിം ഒക്കെ കളിച്ച് ഹാക്കർമാരുടെ ചതിയിൽപ്പെട്ട് അവർ നമ്മളുടെ വിവരങ്ങൾ ചോർത്താൻ അനുവദിക്കുന്നത്? വിവരങ്ങൾ അവർ ചോർത്തുമ്പോൾ നഷ്ടപ്പെടുന്നത് രക്ഷിതാക്കളുടെ പണം എന്നൊക്കെയാണ്. ഇന്നത്തെ ചെറിയ ചെറിയ കുട്ടികളാണ് നാളത്തെ വലിയ വലിയ പൗരന്മാർ. ഞാൻ അധികം എന്റെ പ്രസംഗം നീട്ടുന്നില്ല. നന്ദി, നമസ്കാരം. അടുത്ത ചെസ് നമ്പർ K395.
കോഡ് നമ്പർ 606K395. മാന്യ സദസ്സിന് വന്ദനം. നാം ഇന്ന് ജീവിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ യുഗത്തിലാണ്. യന്ത്രന്മാർ അടുക്കള ഭരണം നടത്തുന്ന, ഒരു വിരൽ സ്പർശത്താൽ അങ്ങ് ചൊവ്വയിലെ വിവരങ്ങൾ പോലും കൺമുന്നിലെത്തുന്ന ആധുനിക യുഗം. ഒരു കാലത്ത് കാടുകളിൽ വന്യമൃഗങ്ങളെ വേട്ടയാടിയും മറ്റും ഗുഹകളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യരാണ് ഇന്നു കാണുന്ന ഈ നിലയിലേക്ക് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ജനിച്ചിരുന്ന ഈ സമയം വളരെയധികം അമൂല്യമായ ഒന്ന് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തിനും ഏതിനും മൊബൈൽ ഫോണുകളെയും കമ്പ്യൂട്ടറുകളെയും ആശ്രയിക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തേത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ അതിപ്രസരണം വിദ്യാർത്ഥികളിൽ എന്ന വിഷയം ഈ ഒരു സമയത്ത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. നമുക്കറിയാം, ഈ കോവിഡ് കാലഘട്ടത്തിൽ വളരെയധികം വെല്ലുവിളി ഉയർത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് മൊബൈൽ ഫോണുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഒക്കെ ദുരുപയോഗം. നാം വീടുകളുടെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുമ്പോൾ, വീടിന്റെ പുറത്ത് ഇറങ്ങാൻ വേണ്ടി സാധിക്കാതിരിക്കുമ്പോൾ മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളുടെയും ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവയുടെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. പ്രധാനമായി പറയാനുള്ളത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. ഇന്ന് നാം ഒരു വിദ്യാലയത്തിൽ പോയാൽ കാണുവാനാകും കുറെ പൊണ്ണത്തടിയന്മാരായ വിദ്യാർത്ഥികളെ. കാരണം എന്താണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എന്താണെന്നാൽ അവർ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറുകളിലും മറ്റ് ഗെയിമുകളിലുമൊക്കെയാണ് തങ്ങളുടെ ഭൂരിഭാഗം സമയങ്ങളും ചെലവഴിക്കുന്നത്. ഇങ്ങനെ ഒരു വ്യായാമവും ചെയ്യാതെ, കൂട്ടുകാർക്കൊപ്പം സൗഹൃദ ബന്ധങ്ങളിൽ പങ്കെടുക്കാതെ തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം മുഴുവൻ മൊബൈൽ ഫോണുകളിലും മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ ചെലവഴിച്ച് നഷ്ടപ്പെടുത്തുന്ന ഒരു തലമുറയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് ഇങ്ങനെയൊരു നിലയിലേക്ക് എത്തിപ്പോയത്. ഇന്നത്തെ സമൂഹത്തെ വളരെയധികം വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രശ്നമായി തന്നെ ഈ മൊബൈൽ ഫോണുകളുടെയും മറ്റും ദുരുപയോഗം നാം കാണാവുന്നതാണ്. ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്ന പോലെ രാത്രിയും പകലും എന്ന പോലെ നന്മയും തിന്മയും ഏതൊരു വസ്തുവിനുമുണ്ട്. നാം ഈ കോവിഡ് കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന ആശയം പടുത്തുയർത്തുമ്പോൾ അവിടെ ഏറെ സഹായകമായത് മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളിലും നമ്മുടെ ടെലിവിഷൻ ശൃംഖലയും തന്നെയായിരുന്നു. ഒരു കാലത്ത് ഇവയെ വളരെയധികം വിമർശിച്ചിരുന്ന ഒരു ജനതയ്ക്കിടയിലേക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം കടന്നു ചെന്നപ്പോൾ വളരെയധികം മാറ്റമാണ് നമുക്ക് കാണുവാനായത്. ഇങ്ങനെ നന്മയുടെ ഒരുപാട് നല്ല സാധ്യതകൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ നമുക്ക് മുന്നിൽ വെച്ചു നീട്ടുന്നുണ്ട്. എന്നാൽ പലരും തിന്മയുടെ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. അതിൽ ഒന്നാമതാണ് ഗെയിമുകൾ. മൊബൈൽ ഫോണിൽ ഗെയിമുകൾ കളിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. പണ്ടൊക്കെ നമ്മൾ വീടിന് ചുറ്റുമുള്ള കൂട്ടുകാരുടെ കൂടെയാണ് കളിക്കുവാൻ വേണ്ടി പോകുന്നത്. എന്നാൽ ഇന്ന് അത് വീടിന്റെ 4 ചുമരുകൾക്കുള്ളിലെ മൊബൈൽ ഫോണുകളുടെ ലോകമായി ചുരുങ്ങിയിരിക്കുകയാണ്. പബ്ജി, ഫ്രീ ഫയർ, ബ്ലൂ വെയിൽ പോലെയുള്ള ഗെയിമുകളുടെ കാര്യങ്ങൾ നാം കുറെ മാസങ്ങളായി വായിച്ചു കേട്ടവയാണ്. ഫ്രീ ഫയറും പബ്ജിയും പോലെയുള്ള ഗെയിമുകളിൽ അടിമപ്പെട്ട് തങ്ങളുടെ ജീവിതം തന്നെ പാഴാക്കി കളയുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ നമുക്ക് കാണുവാനാകും. ഈ ഗെയിമുകൾ കളിക്കുന്നത് കൊണ്ട് എന്താണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്നത് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? പഠന വൈകല്യവും കണ്ണിന്റെ റെറ്റിനയ്ക്ക് വരെ ബാധിക്കുന്ന ക്രൂരമായ ക്യാൻസറുമാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ. എന്നാൽ ആരും ഇത് മനസ്സിലാക്കുന്നില്ല. ഒരു കൗതുകത്തിന് വേണ്ടി തുടങ്ങി ഭാവിയിലെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന വില്ലനായി മാറിയിരിക്കുകയാണ് ഈ ഗെയിമുകൾ. ഇതിനിടെ മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. ഒരു വിദ്യാർത്ഥി ഫ്രീ ഫയർ എന്ന ഗെയിമിൽ ഡയമണ്ട് മേടിക്കുന്നതിനായി തന്റെ അച്ഛൻ ഗൾഫിൽ നിന്നും വളരെയധികം ജോലി ചെയ്ത് കഷ്ടതകൾ അനുഭവിച്ച് സമ്പാദിച്ച പണം ഫ്രീ ഫയറിന്റെ എന്ന ഗെയിമിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. ആദ്യം മാതാപിതാക്കൾക്ക് ഇത് പിടികിട്ടിയില്ല. പിന്നീടാണ് ഇവർക്ക് മനസ്സിലാവുന്നത് സ്വന്തം മകനാണ് ATM കാർഡ് എടുത്ത് ഈ പണം മുഴുവൻ ഗെയിമിന് വേണ്ടി അയച്ചു കൊടുക്കുന്നത്. അത്രമാത്രം ഈ ഗെയിമുകൾ നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗെയിമുകൾ നാം ഉപേക്ഷിക്കുക തന്നെ വേണം. കൂടാതെ ഒരു കാര്യം പറയാൻ വേണ്ടിയുള്ളത് നമ്മുടെ സമൂഹത്തെ പറ്റിയാണ്. ഗെയിമുകളിലും മറ്റ് തെറ്റായ വഴികളിലൂടെയും വളരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിന് യാതൊരു വിധത്തിലും ഉപയോഗപ്രദമായ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും മൊബൈൽ ഫോണുകളുടെയും
കമ്പ്യൂട്ടറുകളുടെയും ദുരുപയോഗം കർശനമായി നിരോധിക്കുക. അങ്ങനെ ഒരു സമത്വ സുന്ദരമായ കേരളത്തെ നമുക്ക് കെട്ടിപ്പടുത്തുവാനാകട്ടെ എന്ന് ഈ കേരള പിറവി ദിനത്തിൽ ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മത്സരിക്കുന്നത് K399. നമസ്കാരം, ഞാൻ നേഹ. ഞാൻ ഇന്നിവിടെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വിദ്യാർത്ഥികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജനങ്ങൾക്ക് വിവരങ്ങൾ നിർമ്മിക്കാനും പങ്കുവയ്ക്കാനും കൈമാറാനും ആശയങ്ങളും ജോലി സാധ്യതകളും പങ്കുവയ്ക്കാനും ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ കൈമാറാനും വിശ്വസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള മാർഗങ്ങളിലൂടെ ഉപയുക്തമാക്കുന്ന പരിപാടികളെ പൊതുവെ സാമൂഹിക മാധ്യമങ്ങൾ അഥവാ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നു. ആൾക്കാർ ഉണ്ടാക്കുന്ന വിവരങ്ങൾ ഇന്റർനെറ്റ് മുഖേനയാണ് കൈമാറ്റം നടത്തുന്നത്. അനാവശ്യ വസ്തു എന്ന് ഒരു കാലത്ത് വിലയിരുത്തപ്പെട്ടിരുന്ന മൊബൈൽ ഫോണുകൾ ഇന്ന് അത്യാവശ്യ വസ്തുക്കളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ചില സന്ദർഭങ്ങളിലെങ്കിലും ഏറെ ഉപകാരപ്രദമായ ഈ ഉപകരണം നമ്മുടെ കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ല. കൂട്ടുകാരോടൊപ്പം കളിച്ചും മരത്തിൽ കയറിയും പൂമ്പാറ്റകളെ പിടിച്ചും നടക്കുന്ന ഒരു ബാല്യകാലം നമ്മുടെ കുട്ടികളിൽ അന്യമായിരിക്കുന്നു. കുട്ടികളിൽ നിന്നും കുട്ടിത്തം അകലുന്നതിൽ കുറ്റപ്പെടുത്തുമ്പോൾ അതിനു കാരണങ്ങളിൽ ഒന്നായ മൊബൈൽ ഫോണിനെ കുറ്റം പറയുമ്പോൾ അതിലേക്ക് തള്ളിവിടുന്ന മാതാപിതാക്കളെ വിസ്മരിച്ചുകൂടാ. മുതിർന്നവരല്ലേ കുട്ടികൾ മാതൃകയാക്കുന്നത്? നമ്മൾ മലയാളികൾ കളിപ്പാട്ടം കിട്ടിയ കുട്ടിയുടെ നിലവാരത്തിലേക്ക് താഴുകയാണോ എന്ന് സംശയത്തെക്കാത്തായിരിക്കുന്നു. നമ്മുടെ മൊബൈൽ ഉപയോഗ രീതി, മൊബൈൽ ക്യാമറ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായവയാണ്. ഉപകാരമില്ലെന്ന് പറയാനാവില്ല. കുടുംബാംഗങ്ങളുമായി ഏറ്റവും എളുപ്പം ബന്ധം പുലർത്താൻ കഴിയുന്നത് മൊബൈൽ ഫോൺ വഴിയാണെന്ന് മറ്റൊരു വസ്തുത. ഒരു അപകടം നടന്നാലോ മോഷണം നടന്നാലോ എല്ലാം അധികാരികളെ വേഗം വിവരം അറിയിക്കുന്നതിന് മൊബൈൽ ഫോൺ ഏറെ സഹായകരമാണ്. എന്നാൽ ഈ ഉപകരണം നമ്മുടെ സമൂഹത്തിൽ ഏറെ തെറ്റായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റൊരു വിഷയം. എപ്പോഴും അടുപ്പം നിലനിർത്താനാണ് ഫോൺ എന്ന് പറയുമെങ്കിലും പല ചടങ്ങുകളും ഒരു ഫോൺ വിളിയിൽ തങ്ങി ഒതുങ്ങുകയാണോ നമ്മൾ മലയാളികൾ? അതുപോലെ ഒരു രംഗം കണ്ടാൽ മൊബൈൽ ക്യാമറ ഓണാക്കി ചെല്ലും. നമ്മൾ റോഡ് അപകടമോ കെട്ടിടം ഇടിഞ്ഞു വീണവോ എന്തുമാകട്ടെ, മലയാളികൾക്ക് അത് മൊബൈലിൽ പകർത്താനാണ് ധൃതി. കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന പല ആക്രമണങ്ങളുടെ പിന്നിൽ, ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ നമ്മുടെ പെൺകുട്ടികൾ വഴിതെറ്റുന്നു. പിന്നിൽ എല്ലാം ഒരു പാക് മൊബൈൽ ഫോൺ ഉണ്ട് എന്നത് വിസ്മരിച്ചുകൂടാ. ഈ അവസ്ഥ മാറേണ്ടതുകൊണ്ട് ബോധവൽക്കരണങ്ങൾ കുട്ടികൾക്ക് നിന്നാണ് തുടങ്ങേണ്ടത് എന്നതിൽ സംശയമില്ല. ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ മാത്രമല്ല, ഏതൊരു സാങ്കേതിക വിദ്യാഭ്യാസം നാം എങ്ങനെയാണ് അതിനെ ഉപയോഗപ്പെടുത്തുന്നത് അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നന്ദി, നമസ്കാരം.